എങ്ങനെയാണ് ഈ ഹൃദയാഘാതം തിരിച്ചറിയുന്നത്? ഈ നമ്മുടെ പഠനങ്ങളിൽ പറഞ്ഞ വേറൊരു കാര്യം, നമ്മുടെ നാട്ടില് ഈ നെഞ്ചുവേദനയുമായിട്ട് എത്തുന്ന രോഗികള് ഈ ഹാർട്ട് അറ്റാക്കുമായിട്ടുള്ള ആശുപത്രികളിലുള്ള പഠനങ്ങളിൽ പറയുന്നത് നമ്മൾ ഒരു 6 മണിക്കൂർ മുതൽ 10 മണിക്കൂറൊക്കെ വൈകിയാണ് എത്തുന്നതെന്ന്. വിദേശ രാജ്യങ്ങളിൽ അത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെയാണ്. വിദേശ രാജ്യങ്ങളിൽ എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളുടെ വിദേശ രാജ്യങ്ങളുടെ നിലവാരത്തിലൂടെ എത്താനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അവിടുത്തെ കണക്ക് മാത്രമാണ് പറയുന്നത്. എല്ലാ വിദേശ രാജ്യങ്ങളിലും അങ്ങനെയല്ല. ആ 6 മുതൽ 10 മണിക്കൂർ ഡിലേ നമ്മുടെ നാട്ടിൽ വരുന്നത് ഈ ഹൃദയാഘാതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ്. ചോദ്യം ഇത് എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതല്ലേ. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാല്, നമുക്ക് മുൻപ് വന്നിട്ടില്ലാത്ത ഒരു ബുദ്ധിമുട്ട്, അത് നെഞ്ചത്ത് ഇപ്പൊ മുറിവുണ്ടാക്കുന്ന പോലെ ഒരു പെയിൻ ആവണമെന്നില്ല. മുൻപ് വന്നിട്ടില്ലാത്ത നെഞ്ചത്തൊരു ഭാരം പോലെ, ഒരു കഴപ്പ് പോലെ, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പെയിൻ നെഞ്ചത്തോ തൊണ്ടയ്ക്കോ അല്ലെങ്കിൽ താടിയലിന്റെ ഭാഗത്തോ ഷോൾഡറിലോട്ട് പകരുന്ന രീതിയിലോ ഒരു 5-10 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു പെയിൻ, വേദന വരുന്നുണ്ടെങ്കിൽ അത് ഹൃദയാഘാതം ആണെന്നല്ല ഞാൻ പറയുന്നത്. ഹൃദയാഘാതം നമ്മൾ സംശയിക്കണം, നമ്മളത് റൂൾ ഔട്ട് ചെയ്യണം. അപ്പൊ ഗ്യാസ് ആണ്, കുറച്ച് ഗ്യാസിന്റെ ഗുളിക കഴിച്ചാൽ അതങ്ങ് മാറിക്കോളും എന്ന് കരുതി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, ഗ്യാസിന്റെ ഗുളിക കഴിച്ച് കാത്തിരിക്കേണ്ട. കാര്യം കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി ഒരു ECG എടുക്കുക എന്നുള്ളതാണ്. എല്ലായിടത്തും അവൈലബിൾ ആണ്. ചിലവേറിയ പരിശോധനയല്ല. നമ്മൾ അടുത്ത ഒരു ലാബിൽ പോയാൽ നമുക്കൊരു ECG എടുക്കാൻ പറ്റും. പൊതുവെ ഈവൻ ഡോക്ടർ ഇല്ലാത്ത ഒരു ഈ ലാബിൽ പോലും നമുക്ക് അബ്നോർമലായ ഒരു ECG ആണ് അവർക്ക് കണ്ടെത്താൻ പറ്റും. അത് വെച്ച് ചികിത്സിക്കണം എന്നല്ല പറഞ്ഞത്. ഈ ഗ്യാസ് ആണെന്ന് കരുതി മരുന്ന് കഴിച്ച് വീട്ടിൽ റെസ്റ്റ് എടുക്കാതെ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് പതിവില്ലാത്തൊരു പെയിൻ വന്നാൽ, പ്രത്യേകിച്ചും ഈ നെഞ്ചത്ത് തൊണ്ടയ്ക്ക് ഒരു പെയിൻ വരുവാണെങ്കിൽ ആശുപത്രിയിൽ പോവുക. അതാണ് പ്രധാന ലക്ഷണം. ഇനി അല്ലാതെ ഉണ്ട്, താളം തെറ്റി ഇടിക്കുവാണെങ്കിൽ നമ്മൾ ബോധം കെട്ട് വീഴാം. നടക്കുമ്പം പെയിൻ വരുന്നു, അത് അക്യൂട്ട് ഹാർട്ട് അറ്റാക്കിന്റെ അല്ല, നമ്മൾ ആൻജൈന എന്ന് പറയും, എഫർട്ട് റിലേറ്റഡ് ആൻജൈന. അതായത് ആയാസപ്പെട്ടൊരു ജോലി ചെയ്യുമ്പോൾ മാത്രം നെഞ്ചത്തൊരു ഭാരം വരുന്നു, ഇത് റെസ്റ്റ് എടുക്കുമ്പോൾ മാറുന്നു. അത് മറ്റേതിന്റെ പോലെ അത്രയും ഗുരുതരമായ അവസ്ഥയല്ല. നമുക്ക് കുറച്ചുകൂടെ സാവകാശം കിട്ടും ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ. ആദ്യം ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ടൊരു പെയിൻ, ഒരു നെഞ്ചുവേദന വരുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു ലാബിലോ ആശുപത്രിയിലോ പോയി ഒരു ECG എടുക്കുക. അത് ഒട്ടും ചിലവായ ഏറിയ ടെസ്റ്റ് അല്ല, 200 രൂപ 300 രൂപയ്ക്കുള്ളിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം അറിയേണ്ടത്, നമ്മൾ എടുക്കുന്ന സമയത്ത് ECGയിൽ ചേഞ്ച് ഇല്ല, വീണ്ടും പെയിൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ECG എടുക്കുകയോ ആശുപത്രിയിൽ ഒന്നുകൂടെ കാണിക്കുകയോ വേണം. എപ്പോഴും ചിലപ്പോൾ ആദ്യത്തെ ഒരു ECGയിൽ തന്നെ ചേഞ്ച് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ രണ്ടാമതൊരു ECG എടുക്കുമ്പോഴായിരിക്കും നമ്മളത് അറിയാം, വേരിയേഷൻ അനുഭവപ്പെടുന്നു. ഓക്കെ സാർ, ഹൃദയാഘാതം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും? അതെ, ഒന്ന്, നമ്മളിപ്പം ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ അമിതവണ്ണം, അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മൾ BP, ഡയബറ്റിസ് അതായത് പ്രമേഹം, ഈ മുതലായ രോഗങ്ങളാണ്. ഇത് കൂടാതെ ജനിതകമായ കാരണങ്ങൾ കൊണ്ടുവരാം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു, പുകവലി മുതലുള്ള കാരണങ്ങൾ പറഞ്ഞു. ഇതിൽ ഓരോരോ കാരണങ്ങളും നമ്മൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പോയി ചെക്ക് ചെയ്യാതെ കണ്ടെത്താൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒരു 25-30 വയസ്സാകുമ്പോൾ ഷുഗർ ഉണ്ടോ എന്ന് നോക്കണം. ഫാസ്റ്റിംഗ് ആയിട്ട് നോക്കാം, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ ആകുമ്പോഴും നോക്കാം. പലപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പേഷ്യൻസ് വരുമ്പോൾ പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് മുമ്പ് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, ഈ അറ്റാക്ക് വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ ഷുഗർ ഒക്കെ പിന്നെയാണ് തുടങ്ങിയത്. ആക്ച്വലി അങ്ങനെയല്ല പലപ്പോഴും സംഭവിക്കുന്നത്, അന്നാണ് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തതെന്നുള്ളതാണ്. ഒരു അസുഖം വന്ന് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നതിന് പകരം നമുക്ക് ഒരു 20-25 പ്രായം കഴിഞ്ഞവര്, പ്രത്യേകിച്ചും ഫാമിലിയിൽ ഈ പാരമ്പര്യമായിട്ട് അസുഖമുള്ളവരിൽ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കണം, ഷുഗർ ഉണ്ടോ എന്നറിയണം. ഒരു ആശുപത്രിയിൽ ഒട്ടും ചിലവേറിയ അല്ല, നമുക്ക് തന്നെ ഇപ്പൊ ഇലക്ട്രോണിക് മെഷീൻസ് വാങ്ങിച്ചിട്ട് വീട്ടിൽ പരിശോധിക്കാൻ ബ്ലഡ് പ്രഷർ ഒരു 3 തവണ എടുത്തിട്ട് ആവറേജ് ചെയ്യാനാണ് പറയുക. ബ്ലഡ് പ്രഷർ നോക്കാവുന്നതാണ്. പിന്നെ ഈ അമിതവണ്ണം നമ്മുടെ നാട്ടിൽ റിക്കഗ്നൈസ് ചെയ്യാൻ ഇച്ചിരി വൈകുന്ന ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമുക്കൊരു റീസണബിൾ വെയിറ്റ് ഒക്കെ ഉള്ളൂ. ഒരു എളുപ്പമാർഗം, നമ്മുടെ ഹൈറ്റ് നമുക്കറിയായിരിക്കും, നമുക്കല്ല. ഇപ്പൊ ഒരു 165 സെന്റിമീറ്റർ ഹൈറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് 100 മൈനസ് ചെയ്യുക, ഇപ്പൊ ഒരു 65 കിലോ, അതായിരിക്കും നമ്മളുടെ ഒരു പരമാവധി വെയിറ്റ് എന്ന് പറയുന്നത്. 165 മൈനസ് 100, 65. ഒരു ഫിറ്റായ ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അത്ര ഫിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു 2 കൂടെ ഒക്കെ കുറയ്ക്കുക, ഒരു 63 കിലോ, അതാണ് നമ്മുടെ ഐഡിയൽ വെയിറ്റ്. അതിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണ്, നമ്മൾ വെയിറ്റ് കുറയ്ക്കണം. ഹാർട്ട് അറ്റാക്കിലേക്ക് ഉള്ള ഇതിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ എല്ലാം കൃത്യമായ മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഷുഗറിനും കൊളസ്ട്രോളിനും അല്ലെങ്കിൽ അമിതവണ്ണത്തിനും ഒന്നും ആദ്യമേ തന്നെ നമ്മൾ മരുന്ന് കഴിക്കാനല്ല പറയുന്നത്. നമുക്ക് പലപ്പോഴും വെയിറ്റ് കുറയ്ക്കുന്നത് കൊണ്ട്
നടക്കാൻ പോകുന്നതുകൊണ്ട്, കൃത്യമായ ഒരു 40 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും നടക്കാൻ പോകുന്നതുകൊണ്ട് ഒക്കെ നമുക്ക് ഷുഗർ കുറയ്ക്കാൻ പറ്റും, വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഈ BP, ബ്ലഡ് പ്രഷർ നമ്മൾ കോമൺലി പറയുമല്ലോ, ബ്ലഡ് പ്രഷർ നമ്മൾ ഒരു മരുന്ന് കഴിച്ചാല് ഒരു ഈ ലോങ് ടേം പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ 10-15 മില്ലിമീറ്റർ ഒക്കെ കുറഞ്ഞാലും ദീർഘകാലയളവിൽ നോക്കുമ്പോൾ ഒരു 4 മുതൽ 6 മില്ലിമീറ്റർ ഒക്കെയാണ് ഈ ബ്ലഡ് പ്രഷർ കുറയുന്നത് ഒരു മീഡിയം അളവിലെ മരുന്നുണ്ട്. നമ്മൾ അറിയേണ്ടത് ഡെയിലി 40 മിനിറ്റ് നടന്നാൽ നമുക്കൊരു 3 മുതൽ 4 മില്ലിമീറ്റർ, അതായത് ഒരു മീഡിയം അളവിലുള്ള ഒരു മെഡിസിൻ ഈക്വലന്റ് ആയിട്ട് BP കുറയ്ക്കാൻ പറ്റും. ഓക്കെ സാർ, ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കുന്നത് നമ്മൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വരാതെ നോക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷേ ഓവറോൾ നമുക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ആദ്യം നമ്മൾ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ ആശുപത്രിയിൽ എത്തി കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നേടുക. ട്രീറ്റ്മെന്റിന് കിട്ടിയതിന് ശേഷം നമ്മൾ സ്വന്തമായി ചികിത്സിക്കാതിരിക്കുക. നമ്മുടെ ഒരു ആശുപത്രിയിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ഒത്തുപോകണം. അതായത് ഇതില്ല എന്നൊരു ഡിനയൽ പല പേഷ്യൻസിലും കാണാറുണ്ട്. അങ്ങനെയല്ല, നമുക്കത് വന്നു, പക്ഷെ ഇത് വന്നു എന്ന് വിചാരിച്ചിട്ട് അത് എല്ലാം കഴിഞ്ഞു എന്നൊന്നുമല്ല. വളരെ നോർമൽ ജീവിതം ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗിക്ക് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. അതിനനുസരിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ അസുഖങ്ങൾ ക്രമീകരിക്കാൻ ചികിത്സ പ്രോപ്പറായിട്ട് വേണം. പിന്നെ ഈ വരാതെ നോക്കുന്നതിന് ചില പ്രത്യേക മരുന്നുകൾ വേണ്ടിവരും. അതിൽ പലതും ലൈഫ് ലോങ് കഴിക്കേണ്ടുന്ന മരുന്നുകളുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞ് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നിർത്താവുന്ന മരുന്നുകളുണ്ട്. ഇപ്പൊ രക്തം അലിയിക്കാനുള്ള ആസ്പിരിൻ പോലെയുള്ള ഗുളികകൾ, ക്ലോപ്പിഡോഗ്രൽ പോലെയുള്ള ഗുളികകൾ ആദ്യത്തെ 1 വർഷം കഴിക്കാൻ പറയാറുണ്ട്. അതിനുശേഷം അത് നിർത്താമെന്നല്ല, അതിൽ ചിലപ്പോൾ ഒരെണ്ണം നമുക്ക് നിർത്താൻ പറ്റിയേക്കും. കൊളസ്ട്രോളിനുള്ള മരുന്നുകൾ ഒരു പ്രത്യേക ഡോസ് ആദ്യത്തെ 3 മാസം ഹയർ ഡോസിലുണ്ടാവും. കാര്യം ഇതിന്റെ എല്ലാം ഈ പറയുന്ന അതിറോസ്ക്ലറോസിസ് എന്ന് പറയുന്ന കൊഴുപ്പടിയുന്നതിന്റെ ഒക്കെ ഒരു തീവ്രത ഒരു 2-3 മാസമൊക്കെ ആകുമ്പോഴേക്കും അതൊന്ന് സെറ്റിലാവും. അതൊന്നൊരു സ്റ്റേബിൾ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചില മരുന്നുകൾ കുറയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ആദ്യത്തെ ആ 2-3 മാസത്തിനുള്ളിൽ വീണ്ടും ഒരു ഈവന്റ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും ഹാർട്ട് അറ്റാക്ക് വന്നാൽ വീണ്ടും അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാനല്ലേ നോക്കാം. അപ്പൊ അതിന് ഈ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വരാതെ നോക്കാനുള്ള എല്ലാ ഇതും രണ്ടാമതൊരു അറ്റാക്ക് വരാതെ നോക്കാനും അതെല്ലാം ആപ്ലിക്കബിൾ ആണ്. നടക്കാൻ പോകുന്നത് മുതൽ. പിന്നെ ഈ നടക്കാൻ പോകുന്നതിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ അറ്റാക്ക് വരുമ്പോൾ നമ്മൾ വൈകിയൊക്കെയാണ് എത്തിയത്, ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വേണം ഈ വ്യായാമങ്ങളിലേക്കൊക്കെ പോകേണ്ടത്. ചിലർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, എങ്കിലും മെജോറിറ്റി ആൾക്കാർക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്.